السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما قدر الله حق قدره والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ വിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ഓരോ മുഅ്മിനീങ്ങളിലും ഉണ്ടായിത്തീരേണ്ട ചില സൽഗുണങ്ങളുണ്ട്. അതിൽ നിർബന്ധമായും നാം ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ട അല്ലെങ്കിൽ നിലനിർത്തേണ്ട രണ്ട് ഉന്നതമായ ഗുണങ്ങൾ അൽ ഖൗഫ് വർ റജാ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും അള്ളാഹുവിലുള്ള അതിയായ പ്രതീക്ഷയുമാണ്. ഈ രണ്ട് ഗുണങ്ങൾ ഒരു മുഅ്മിനിൽ നിർബന്ധമായി ഉണ്ടായിത്തീരേണ്ടതാണ്. അൽ ഈമാനു ബൈനൽ ഖൗഫി വർ റജാ. സാധാരണ പറയാറുണ്ട്, ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗഫിൻ്റെയും ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും മധ്യത്തിലാണ്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും അള്ളാഹുവിലുള്ള പ്രതീക്ഷയും ജനാഹാനി, രണ്ട് ചിറകുകളാണ് അള്ളാഹുവിലേക്ക് പറന്നടക്കാനുള്ളത്. അതുകൊണ്ട് നിർബന്ധമായി നമ്മിൽ ഉണ്ടായിത്തീരേണ്ട സൽഗുണമാണ് ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, രണ്ട് അള്ളാഹുവിലുള്ള അതിയായ പ്രതീക്ഷ. ഈ രണ്ട് ഗുണങ്ങളും പ്രത്യേകത ഒരേ അവസ്ഥയിൽ, സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കേണ്ട ഗുണങ്ങളാണ്. പ്രതീക്ഷ അതിയായ അള്ളാഹുവിൽ പ്രതീക്ഷ കൂടി അള്ളാഹുവിനെ കുറിച്ച് ഭയമില്ലാതെ പാപങ്ങൾ മുഴുകുന്ന അവസ്ഥയുണ്ടാകരുത്. അള്ളാഹുള്ള ഭയം വർദ്ധിച്ച് നിരാശപ്പെട്ട് അള്ളാഹു അകന്നു പോകാനും പാടില്ല. എന്നാൽ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, അൽ ഖൗഫു അഫ്ളലു മിനർ റജാ മാ കാന അർ-റജുലു സഹീഹ്. ഒരു വ്യക്തി, ഒരു മനുഷ്യന്, മുഅ്മിൻ ആരോഗ്യവാനും അനുഗ്രഹങ്ങളും നല്ല സുഖത്തിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ സമയത്ത് ഒരു അടിമയ്ക്ക് ഏറ്റവും നല്ലത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്. എന്നാൽ ഒരു മനുഷ്യന്റെ അവസാന ഘട്ടത്തിലേക്ക് മാറി മരണത്തിലേക്ക് അടുക്കുന്ന സമയം, ആ സന്ദർഭത്തിൽ അടിമയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിന്റെ പ്രതീക്ഷയും. അതുകൊണ്ട് ആരോഗ്യത്തോടെ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരിലും അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ടാകണം. പക്ഷെ പ്രതീക്ഷയേക്കാൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടായിത്തീരണം. അള്ളാഹുവിൻ്റെ ഖൗഫ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം. സുലൈമാൻ ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, അസ്ലു കുല്ല ഖൈരിൻ ഫി ദുനിയ വൽ ആഖിറ അൽ ഖൗഫ് മിനല്ലാഹ്. ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെ എല്ലാ ഖൈറിൻ്റെയും അടിസ്ഥാനം ഒരു മുഅ്മിൻ്റെ ഹൃദയത്തിലുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകതയുണ്ട്. മൻ ഖാഫ ശൈഇൻ ഫറ മിൻഹു.
മൻ ഖാഫ അല്ലാഹ ഫർറ ഇലൈഹി. ഭൂമിയിൽ ഏതെങ്കിലും വസ്തുക്കളെ മനുഷ്യൻ ഭയപ്പെട്ടാൽ ആ ഭയപ്പെടുന്ന വസ്തുവിനെ അകലുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും വസ്തുക്കളെ, ജീവികളെയോ മറ്റോ ഭയപ്പെട്ടാൽ അതിൽ നിന്ന് അകന്നു മാറും. മൻ ഖാഫ ഷൈഇൻ ഫർറ മിൻഹു. മൻ ഖാഫ അല്ലാഹ്. എന്നാൽ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അകന്നു പോകലല്ല, ഫർറ ഇലൈഹി, അള്ളാഹുവിലേക്ക് അടുക്കലാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ വീണ്ടും അള്ളാഹുമായി അടിമ അടുക്കുക. ഇത് അമ്പിയാക്കളുടെ ഉയർന്ന ഗുണമായിരുന്നു. മുഴുവൻ അമ്പിയാക്കളും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായിരുന്നു. ഇന്നി അഖാഫുല്ലാഹ ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം. അമ്പിയാക്കൾ ജനങ്ങളോട് പറയുമെന്ന്, അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു, ഞാൻ റബ്ബിനെ ഭയപ്പെടുന്നു. തങ്ങൾ സല്ലല്ലാഹു പറയുന്നത്, വലാ തഖാകും ലില്ലാഹി വഅഖ്ശാകും ലഹു. ഞാൻ നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ ഭയപ്പെടുന്ന വ്യക്തി, അടിമയാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ജഅൽ വസാവിസ ഖൽബി ഖശിയതക വദിക്രിക. അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തിൽ നിന്നെക്കുറിച്ചുള്ള ഭയമിട്ട് തരണേ, എൻ്റെ ചിന്തകൾ നിന്റെ ഭയത്തിലാക്കി തീർക്കണേ. നിബിതങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹു നിന്നുള്ള ഭയം എൻ്റെ ഹൃദയത്തിൽ ഇട്ട് തരണേ. അപ്പോൾ അമ്പിയാക്കൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായിരുന്നു. ബഹുമാന്യ സഹാബാക്കളുടെ ജീവിതങ്ങളൊക്കെ നിറഞ്ഞു കാണാം. ഓരോ സഹാബിയും അള്ളാഹുവിനെ വളരെ കൂടുതൽ ഭയപ്പെടുന്നവരായി. അബൂബക്കർ റളിയല്ലാഹു തആല ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ ജലാലിയത്തിലും അവൻ്റെ ഹൈബത്തിലും ചിന്താകുലനായി, എങ്ങനെ റബ്ബിനെ ഞാൻ കണ്ടുമുട്ടും എന്ന ഭയത്താൽ ചില സന്ദർഭങ്ങളിൽ പറന്നടക്കുന്ന പക്ഷികളെ, കുരുവികളെ കാണുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, തൂബാ ലക യാ ത്വയ്ർ വലൗ കുന്തു മിസ്ലുകി. ഏ പക്ഷി, നീ എത്ര ഭാഗ്യവതിയാണ്. ഭൂമിയിൽ ഇങ്ങനെ പറന്ന് നടന്ന് ഭക്ഷണങ്ങൾ കഴിച്ച് ജീവിച്ചു. റബ്ബിനെ കണ്ടുമുട്ടാതെ മണ്ണായി തീരാനുള്ളതാണല്ലോ. എന്നാൽ ഈ അബൂബക്കർ തന്നെ റബ്ബിനെ കണ്ടുമുട്ടേണ്ട അടിമയാണ്. അള്ളാഹുവിൻ്റെ ജലാലിയത്തിലും അവൻ്റെ ഹൈബത്തിലും ചിന്താകുലനായി, ഞാൻ എങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന ഭയം. ഇത് മുഴുവൻ സഹാബാക്കളും ഉണ്ടായിരുന്നു. അലി ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല വുദു എടുക്കാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന്റെ നിറം മഞ്ഞ നിറമായി മാറുമായി. എന്താണ് ഇങ്ങനെ ശരീരത്തിൽ നിറം മാറി ഭയത്തിന്റെ അടയാളങ്ങൾ കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കറിയുമോ നിങ്ങൾക്കറിയുമോ ഞാൻ ആരുടെ മുന്നിലേക്കാണ് പോകുന്നത്? നമസ്കരിക്കാൻ ഞാൻ പോകുന്നു, ആരുടെ മുന്നിലേക്കാണ് ഞാൻ പോകുന്നത്? എൻ്റെ ഉടമസ്ഥനായ മുഴുവൻ ജലാലിയത്തിൻ്റെയും മുഴുവൻ ഹൈബത്തിൻ്റെയും അളമത്തിൻ്റെയും ഉടമസ്ഥനായ റബ്ബുൽ ആലമീൻ, റബ്ബിൻ്റെ മുന്നിൽ നിൽക്കാൻ ഞാൻ പോവുകയാണ്. എൻ്റെ ഹൃദയം ആ റബ്ബിനെ കുറിച്ചുള്ള ഭയത്താൽ അതിനാൽ എൻ്റെ നിറം വ്യത്യസ്തമാകുന്നത്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായിരുന്നു. ആകാശ ലോകത്തെ മലക്കുകൾ മുഴുവൻ സമയം സുജൂദിലും റുകൂഇലും ഖിയാമിലും തസ്ബീഹിലുമായി മാത്രം കഴിഞ്ഞുകൂടുന്ന സമൂഹം. അവർ അള്ളാഹുവിനെ ഭയപ്പെടുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ ഇസ്രായിലെ യാത്രയിൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആകാശ യാത്രയിൽ, ഞാൻ മലവില്ലാലയിൽ നിന്നും പിന്നെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന സമയം ഞാൻ ജിബ്രീലിനെ കണ്ടു. കൽ ഹിൽസിൽ ബാലി, ഒരു മുരുമ്പി നെരിച്ച വസ്ത്രം പോലെ. ഒട്ടകത്തിൻ്റെ മുകളിൽ അതിൻ്റെ ഒട്ടകക്കട്ടിൽ ചീനി വിരിക്കുന്നതിന് മുമ്പ് വിരിക്കുന്ന ഒരു കട്ടി കുറഞ്ഞ വസ്ത്രത്തിനാണ് ഹിൽസ് എന്ന് പറയുന്നത്. അത് നുരുമ്പിച്ചത്. അതുപോലെ ജിബ്രീലിനെ ഞാൻ കാണുകയുണ്ടായി. നബി തങ്ങൾ പറയാൻ, ഇത് ജിബ്രീൽ ശക്തനായ മലക്കാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ ജിബ്രീലിന്റെ അവസ്ഥ ഞാൻ കണ്ടു. കൽ ഹിൽസിൽ ബാലി, ഒരു നുരുമ്പി നശിക്കാറായ വസ്ത്രം പോലെ അങ്ങേയറ്റം വിനയാന്വിതനായ ജിബ്രീലിനെ ഞാൻ കാണുകയുണ്ടായി എന്ന് തങ്ങൾ പറയുകയുണ്ടായി. മലക്കുകൾ അള്ളാഹുവിനെ ഭയപ്പെടുകയാണ്. ഒരിക്കൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടുപേരും ഇരുന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ കരഞ്ഞു. അള്ളാഹ് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും കരയും? അള്ളാഹുവേ, നിന്റെ ദാത്തിനെ കുറിച്ചുള്ള ഭയത്താൽ കരഞ്ഞതാണ്. നിന്നെ ഞാൻ എങ്ങനെ കണ്ടുമുട്ടും? അള്ളാഹു പറഞ്ഞു, നിങ്ങൾ നിർഭയനാകി, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ആകാശ ലോകത്ത് ഹദീസിൽ വരുന്നുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഇറങ്ങുമ്പോൾ, അള്ളാഹു തആല കൽപ്പനകൾ ഇറങ്ങുന്ന സമയം ആകാശ ലോകത്തെ മുഴുവൻ മലക്കുകളും പ്രത്യേകമായ ഒരു അവസ്ഥയിലാകും. ഒരു പ്രത്യേകമായ അവസ്ഥയിൽ അള്ളാഹുവിന്റെ വചനത്തിന് മുന്നിൽ, അതിന്റെ ശക്തിക്ക് മുന്നിൽ അത് സഹിക്കാനാകാതെ ആകാശ ലോകത്തെ മലക്കുകൾ ഒരു പ്രത്യേകമായ അവസ്ഥയിലാകും.
അവർ അത് കഴിയുമ്പോൾ ചോദിക്കും, റബ്ബ് എന്താണ് പറഞ്ഞത്, മാദാ ഖാല റബ്ബുക്കും. അവർ ചോദിക്കും പരസ്പരം, റബ്ബിന്റെ എന്ത് വിധിയാണ് ഇറങ്ങിയത്. മലക്കുകൾ അല്ലാഹുവിനെ ഭയപ്പെടുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്. പർവ്വതങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയാണ്. അല്ലാഹു തആല പറയുന്നു, പർവ്വതങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. മുജാഹിദ് റഹിമഹുല്ലാഹി ഈ ആയത്തിൽ തഫ്സീർ എഴുതി, ഒരു പർവ്വതം അതിന്റെ സ്ഥാനത്ത് പതിക്കുന്നതും അതിൽ നിന്ന് ജലം പുറപ്പെടുന്നതുമെല്ലാം മിൻ ഖശിയത്തില്ലാഹ്, ആ പർവ്വതം അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രതിഭാസം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹം സുജൂദിൽ കിടന്ന് അല്ലാഹുവിന്റെ മുന്നിൽ കരഞ്ഞു ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ നമസ്കാരം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ, ഒരു സ്നേഹിതൻ അത്ഭുതത്തോടെ ഇദ്ദേഹത്തിന്റെ ഈ അവസ്ഥയെല്ലാം കണ്ട്, കരയുന്ന അവസ്ഥയെല്ലാം കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ എത്രമാത്രം കരയുന്നത്? അദ്ദേഹം ചോദിച്ചു, നീ അത്ഭുതപ്പെടുകയാണ് എൻ്റെ കരച്ചിൽ കണ്ടിട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ. എന്നാ നീ മനസ്സിലാക്കണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ ചന്ദ്രനും അതും കരയുകയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ. മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. അതുകൊണ്ടൊരു മുഅ്മിനായ നമ്മൾ ഓരോരുത്തരെയും ആരോഗ്യമുള്ള, സുഖമുള്ള കാലഘട്ടത്തിൽ നമ്മളിൽ മുന്തി നിൽക്കേണ്ട ഒരു ഗുണമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം. രണ്ടും ഒരടിമയിൽ ഉണ്ടാകണം, പ്രതീക്ഷ ഉണ്ടാകണം, അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും ഉണ്ടാകണം. എന്നാൽ അവൻ ആരോഗ്യവാനായിരിക്കുമ്പോൾ നിഅമത്തും സൗകര്യങ്ങളും കൂടുതൽ ഉണ്ടായിരിക്കുന്ന സമയം, ഈ സമയത്ത് അവന് കൂടുതൽ ഉണ്ടാകുന്ന അള്ളാഹുവിനെ കുറിച്ച് ഭയമാണ്. അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അംഗീകാരം ഉണ്ടാകും. ഖുദ്സിയ ഹദീസിൽ വരുന്നുണ്ട്, ലാ ഇസ്സതി ലാ അജ്മഉ അലാ അബ്ദി ഖൗഫൈൻ വ അംനൈൻ. എൻ്റെ ഇസ്സത്തിൽ സത്യമായി ഞാൻ എൻ്റെ ഒരു അടിമയിൽ രണ്ട് ഭയമോ രണ്ട് നിർഭയത്വമോ ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന് പറഞ്ഞാൽ, അടിമ ഭൂമിയിൽ ദുനിയാവിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണെങ്കിൽ അവൻ ആഖിറത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടി വരികയില്ല. ഭൂമിയിൽ ജീവിച്ച സമയം പലതിനുമുള്ള സാഹചര്യവും അനുകൂലമായ അവസ്ഥകളും മുന്നിൽ വന്നപ്പോൾ അവിടെയെല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ടു. ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന നിലപാടെടുത്തു. അവന് സാഹചര്യം ഉണ്ടായിരുന്നില്ല, കൂടെ കുടുംബക്കാരോ നാട്ടുകാരോ ഉണ്ടായിരുന്നില്ല, പക്ഷെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തീരുമാനമെടുത്തു. ഇത് ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ അള്ളാഹുവിനെ ഭൂമിയിൽ ഭയപ്പെടുന്ന അടിമ ആഖിറത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടി വരികയില്ല, അള്ളാഹുവിനെ ഭയപ്പെടുത്തുകയുമില്ല. പിന്നെ തങ്ങൾ പറഞ്ഞു, ഭൂമിയിൽ നിർഭയനായി ജീവിക്കുന്ന മനുഷ്യൻ, പാപങ്ങളിലും മോശത്തരങ്ങളിലും അനുസരണക്കീഴുമായി ജീവിക്കുന്ന താന്തോന്നിയായ അടിമ, ഒരു ഭയവുമില്ലാതെ അള്ളാഹുവിനെ ഭയപ്പെടാതെ തോന്നുന്ന പോലെ ജീവിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ ആഖിറത്തിൽ ഭയപ്പെടേണ്ടി വരും. അള്ളാഹുവിനെ ഭയപ്പെടുത്തുന്നതിന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ ഉറക്കേണ്ടതാണ്. അതവന് വലിയ സൗഭാഗ്യങ്ങളിലേക്ക് എത്തിക്കും. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹുവിന്റെ മഖാമിനെ, അല്ലാഹുവിന്റെ സ്ഥാനത്തെ, അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നതിനെ ആര് ഭയപ്പെടുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അവൻ രണ്ട് സ്വർഗ്ഗമുണ്ട്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. അല്ലാഹു തആല പറയുന്നു, ആര് അല്ലാഹുവിനെ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ അല്ലാഹുവിന്റെ മഖാമിനെ, റബ്ബിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ ദാത്തിനെ അവൻ ഭയപ്പെട്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് പുറകിലേക്ക് മാറിയാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, സ്വർഗം തന്നെയാണ് അവന്റെ മടക്കസ്ഥലം. അവൻ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. ഭൂമിയിൽ അവൻ ഭയപ്പെട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവനാണ് എങ്കിൽ സ്വർഗമാണ് അവന്റെ മടക്കസ്ഥലം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി, ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി തആല അലൈഹി ഉമർ റളിയല്ലാഹു തആല കാലഘട്ടത്തിൽ ചെറുപ്പക്കാരെ ചരിത്രം ഉദ്ധരിക്കുന്നു. ഒരു യുവാവ് ചെറുപ്പക്കാരൻ ഇശാ നമസ്കാരം കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിത്യമായി പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു യുവാവായതിന്റെ പേരിൽ ഉമർ റളിയല്ലാഹു തആല അദ്ദേഹത്തിന് പ്രത്യേകമായ ഇഷ്ടവും ഒരു പരിഗണനയും ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും ഇശാ നമസ്കാരം കഴിഞ്ഞാൽ തന്റെ വാപ്പ താമസിക്കുന്ന മറ്റൊരു സ്ഥലത്താണ്, അല്പം മദീനയുടെ വെളിയിലുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം അങ്ങോട്ട് സ്ഥിരമായി പോകുമായി. ഇങ്ങനെ സ്ഥിരമായി ഇദ്ദേഹത്തിന്റെ ഈ യാത്രക്കിടയിൽ ആ വഴിയിൽ താമസിക്കുന്ന ഒരു മോശമായ സ്ത്രീ
അദ്ദേഹത്തെ, ഈ ചെറുപ്പക്കാരനെ, അദ്ദേഹത്തെ തിന്മയിലേക്ക്, മോശമായ കാര്യത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം പലപ്പോഴും ഒഴിവായി. ഒരു പ്രാവശ്യം അദ്ദേഹം അതിൽ വീണുപോയി. തിന്മ ചെയ്യാനുള്ള അവസ്ഥ മുന്നിൽ വന്ന സമയം പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തിന് അദ്ദേഹം മനസ്സിൽ ഓർമ്മ വന്നു. ഇദാ മസ്സഹും തായിഫും മിനശ് ശൈത്താനി തദക്കറു തുടങ്ങുന്ന ആയത്തിൽ ഓർമ്മ വന്നു. അദ്ദേഹം ബോധരഹിതനായി വീണുപോയി. ആ സ്ത്രീയും വീട്ടിലെ ജോലിക്കാരിയും അദ്ദേഹത്തെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ പിതാവിന്റെ വീടിന്റെ വാതിൽ മുറ്റർ പോയി കളഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറ്റി 1-2 ദിവസം അദ്ദേഹം ബോധമില്ലാതെ കഴിഞ്ഞുകൂടി. പിന്നെ അല്പം ബോധം വന്നു. വീണ്ടും ഈ ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തു. ബോധരഹിതനായി ചരിത്രത്തിൽ കാണാം അദ്ദേഹം മരണപ്പെട്ടു. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ തന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ ഇമാം ഹാക്കിം ഈ സംഭവം ഉദ്ധരിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു സംഭവം നടന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇതറിഞ്ഞു. അദ്ദേഹം ഈ മനുഷ്യനെ ഖബറടക്കിയ ശേഷമാണ് അറിയുന്നത്. ഖബറിൽ പോയി ഈ യുവാവിനോട് ഉമർ റളിയല്ലാഹു തആല ചില വാക്കുകൾ ചോദിച്ചു. നിനക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട നിനക്ക് എന്ത് ലഭിച്ചു? നീ റബ്ബിനെ ഭയപ്പെട്ടതിനാൽ നിനക്ക് എന്ത് ലഭിച്ചു? ഉമർ റളിയല്ലാഹു തആല സഹാബത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള വ്യക്തിയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹു തആല കേൾപ്പിച്ചു കൊടുത്തു. ആ ഖബറിൽ നിന്ന് ആ യുവാവ് സംസാരിച്ചു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. എനിക്ക് ഖബറിൽ 2 സ്വർഗ്ഗം ലഭിച്ചു. ഹറാമിനുള്ള സാഹചര്യം മുന്നിൽ വന്നു. ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹം മാറി. അദ്ദേഹം ബോധരഹിതനായി അള്ളാഹുവിനെ ഭയപ്പെട്ടു. ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളും മനുഷ്യന് മുന്നിൽ വരും. ഹറാമിന്റെ തിന്മയുടെ സാഹചര്യങ്ങൾ. ഈ സമയത്ത് ഉറച്ച നിലപാടെടുക്കാൻ സാധിക്കും. ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. ഇല്ല, എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. എൻ്റെ സാഹചര്യം അനുകൂലമാണ്, എൻ്റെ സമയം അനുകൂലമാണ്, സ്ഥലം അനുകൂലമാണ്, പക്ഷേ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്. അവിടെ അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ അവന് 2 സ്വർഗമുണ്ട്. മാത്രമല്ല ദുനിയാവിലും നബി തങ്ങൾ അറിയിച്ചു, മൻ ഖാഫല്ലാഹ് ഖാഫ മിൻഹു കുല്ല ഷൈ. ആര് ഭൂമിയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് അടിമയായി ജീവിക്കുന്നോ അവനെ എല്ലാ സൃഷ്ടികളും ഭയപ്പെടും. ഖാഫ മിൻഹു കുല്ല ഷൈ. മനുഷ്യൻ മാത്രമല്ല, ബാക്കി എല്ലാ സൃഷ്ടികളുടെ ഹൃദയത്തിലും അള്ളാഹു ഒരു ഭയപ്പെട്ടു കൊടുക്കും. ഇമാം റാസി റഹ്മത്തുള്ളാഹി വളരെ സുന്ദരമായ 2 വാക്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ബിഖദ്രി ഹുബ്ബിക ലില്ലാഹ്. നിനക്ക് റബ്ബിനോട് എത്ര സ്നേഹമുണ്ടോ ആ അളവിലായിരിക്കും മറ്റുള്ളവർ നിന്നെ സ്നേഹിക്കുന്നത്. ബിഖദ്രി ഖൗഫിക മിനല്ലാഹ്. നിനക്ക് റബ്ബിനോട് എത്ര ഭയമുണ്ടോ ആ അളവിലായിരിക്കും ബാക്കിയുള്ളവർ നിന്നെ ഭയപ്പെടുകയും ചെയ്യും. നമുക്ക് അള്ളാഹുവിനെ ഭയത്തോടുള്ള ജീവിതമുണ്ടെങ്കിൽ ബാക്കിയുള്ള ഭരണകൂടമാകട്ടെ, സൃഷ്ടികളാകട്ടെ, മനുഷ്യരാകട്ടെ, മുഴുവൻ വസ്തുക്കളും നമ്മളെ ഭയപ്പെടുന്ന അവസ്ഥ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ആരല്ലാഹുവിനെ ഭയപ്പെടുന്നു അവന് ബാക്കി എല്ലാ സൃഷ്ടികളും ഭയപ്പെടും. ഇമാം ദഹബി അദ്ദേഹത്തിന്റെ കിതാബിൽ സീറ അലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിൽ സഫീന റളിയല്ലാഹു തആല ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. സഫീന ഒരു സഹാബിയാണ്. അദ്ദേഹത്തിന്റെ യാത്രക്കിടയിൽ സമുദ്രത്തിൽ യാത്ര ചെയ്യുന്നതിൽ അപകടം സംഭവിച്ച അദ്ദേഹം ഒരു വനത്തിൽ പോയി പെട്ടു. വനത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു സിംഹമാണ് വന്നു നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അയ്യോഹൽ. അദ്ദേഹം സംസാരിച്ചു ആ സിംഹത്തോട്, ഞാൻ അല്ലാഹുവിനെ അന സഫീനത്തു മൗല റസൂലില്ലാഹ്. ഞാൻ നബി തങ്ങളുടെ അടിമയായ സഹാബിയായ സഫീനയാണ്. നീ എന്നെ ഉപദ്രവിക്കരുത്. അല്ലാഹു നബി തങ്ങളുടെ സഹാബിയാണ്. ചരിത്രത്തിൽ കാണാം, ഇമാം ദഹബി ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. ആ ഉപദ്രവിക്കേണ്ട മൃഗം അദ്ദേഹത്തിന് വഴികാട്ടിയായി മാറും. സഹാബാക്കളുടെ ചരിത്രമാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടപ്പോൾ സൃഷ്ടികൾ വരെ ഭയപ്പെടാൻ തുടങ്ങി. മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും ഉമ്മത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ ഖാഫ മിൻഹു കുല്ല ഷൈ. മുഴുവൻ അധികാരികളും അവനെ ഭയപ്പെടുത്തും. അവനെക്കുറിച്ച് ഭയമായിരിക്കും. എപ്പോഴാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നു. ഇല്ല എങ്കിൽ നേരെ തിരിച്ച് അവനെ എല്ലാ വസ്തുക്കളും അവനെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിനെ ഭയപ്പെടുത്താത്ത അടിമ എല്ലാവരെയും ഭയപ്പെടേണ്ടി വരും. ഭാര്യയെ ഭയപ്പെടേണ്ടി വരും, മക്കളെ ഭയപ്പെടേണ്ടി വരും, അയൽവാസിയെ ഭയപ്പെടേണ്ടി വരും, പാർട്ണറെ ഭയപ്പെടേണ്ടി വരും. കച്ചവടം മൊത്തം ഭയത്തിലാണ്. ഭയം, ടെൻഷൻ വർദ്ധിച്ച കാലം. എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ ഭയക്കുന്നില്ല. എല്ലാത്തിനെയും ഭയക്കേണ്ട അവസ്ഥയെ. അള്ളാഹുവിനെ ഭയന്ന് നമ്മൾ ജീവിച്ചാൽ ചിന്തിച്ചു, എങ്ങനെ അള്ളാഹുവിനെ ഭയക്കാതിരിക്കും? അവന്റെ ജലാലിയത്ത്, അവന്റെ ഹൈബത്ത്, അവന്റെ അളമത്ത്, അവന്റെ ഉന്നതമായ ഗുണങ്ങൾ ചിന്തിച്ചു നോക്കി. അവൻ ആരാണ്? ഈ ആകാശത്തിന്റെ ഉടമസ്ഥനാണ്, ഈ ആകാശഭൂമിയിൽ സൃഷ്ടിച്ചവനാണ്.
റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഹൽ റഅയ്ത റബ്ബക യാ ജിബ്രീൽ, ജിബ്രീൽ നീ എപ്പോൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? ഇനി ഞങ്ങൾ ചോദിക്കാൻ ജിബ്രീലിനോട്, ഹൽ റഅയ്ത റബ്ബക യാ ജിബ്രീൽ, ജിബ്രീൽ നീ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഹദീസിൽ ഫന്തഫദ ജിബ്രീൽ, പേടിച്ചു വിറച്ചു. റബ്ബിനെ കണ്ടിട്ടുണ്ടോന്നോ? ഇന്ന ബൈനി വബൈനഹു 70 ഹിജാബൻ മിൻ നൂർ ലൗ ദനൗതു മിൻ ബഅദിഹാ ലഹ്തറതു. എന്റെയും റബ്ബിന്റെയും ഇടയിൽ 70 പ്രകാശത്തിന്റെ മറകളുണ്ട്. ആരാണ് പറയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം. വഅല്ലമഹു ശദീദുൽ ഖുവ, അല്ലാഹ് പറയാണ് ശക്തനായ മലക്കാണ് ജിബ്രീൽ. അല്ലാഹ് തന്നെ ശക്തൻ എന്ന് പറഞ്ഞാൽ എത്ര ശക്തനായ മലക്കായിരിക്കും. ആ മലക്ക് പറയാൻ ഇന്ന ബൈനി വബൈനഹു 70 ഹിജാബൻ മിൻ നൂർ, എന്റെയും റബ്ബിന്റെയും ഇടയിൽ 70 പ്രകാശത്തിന്റെ മറയുണ്ട്. ഞാൻ അല്പമെങ്ങാനും അടുത്താൽ ഞാൻ കരിഞ്ഞ് ചമ്പലായി പോകും. ഈ റബ്ബിനോടാണ് നാം എതിര് ചെയ്യുന്നത്. ഈ റബ്ബിനെ നമ്മൾ ഭയപ്പെടേണ്ടത്. എങ്ങനെ ഭയപ്പെടാതിരിക്കും? അതുകൊണ്ട് മുൻഗാമികൾ പറയുമായിരുന്നു, നീ പാപം ചെയ്യുമ്പോൾ പാപം ചെറുതാണോ വലുതാണോ എന്നല്ല നോക്കേണ്ടത്, നീ ചിന്തിക്കേണ്ടത് നീ ചെയ്യുന്നത് ആർക്കാണ് എതിരാണ്. നിന്റെ റബ്ബിന്റെ മഹത്വം എത്രയാണ്? ആരോടാണ് നീ എതിർ ചെയ്യുന്നത്? നീ ആരോടാണ് എതിർ ചെയ്യുന്നത്? അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുമായിരുന്നു, ഒരു മനുഷ്യൻ ചില തിന്മകൾ, 4 തിന്മകൾ, അത് പാപത്തിൽ ഏറ്റവും വലുതാണ്. എല്ലാ പാപത്തിനേക്കാളും വലുതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യൻ രഹസ്യമായി ഇങ്ങനെ വാതിൽ ചാരിയിട്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കാറ്റടിച്ച വാതിൽ അനങ്ങുമ്പോൾ ഏതോ മനുഷ്യർ മറ്റുള്ളവരെ കാണുന്നെന്ന ഭയം, ആ ഭയം പാപത്തേക്ക് വലുതാണ്. കാരണം നിന്റെ റബ്ബിന്റെ നോട്ടത്തെ ഭയപ്പെടാതെ ഒരു സൃഷ്ടിയുടെ നോട്ടത്തെ ഭയപ്പെടുക അത് വലിയ പാപമാണ്. നീ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതല്ലേ? റബ്ബ് നിന്നെ കാണുന്നില്ലേ? ഉടമസ്ഥനെ അള്ളാഹു നിന്നെ കാണുന്നില്ലേ? അതുകൊണ്ട് പാപം ചെയ്യാൻ സാഹചര്യങ്ങൾ വരുമ്പോൾ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, നീ പുറത്തിറങ്ങി നീ ആകാശത്തിലേക്ക് ഒന്ന് നോക്കണം. നീ ആർക്കാണ് എതിര് ചെയ്യുന്നത്? ഈ വിശാലമായ ആകാശത്തിന്റെ ഉടമയ റബ്ബിനോടാണ്. ഈ വിശാലമായ ആകാശത്തിന്റെ ഉടമയ റബ്ബിനോടാണ്. ഹദീസിൽ വരുന്നുണ്ട്, ഒരു അടിമ രാത്രി കാലത്ത് അവന്റെ വീടിന്റെ മുകളിൽ കയറി ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കി. ഈ ആകാശവും നക്ഷത്രങ്ങളും, ഓരോ നക്ഷത്രങ്ങളും ഈ ഭൂമിയൊക്കെ എത്ര വലുതാണ്. ഇങ്ങനത്തെ എത്രയോ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, എത്രയോ സൗരയൂഥം, എത്രയോ ഗാലക്സികൾ. ഇന്നും സയൻസ് ശാസ്ത്രം കണ്ടുപിടിച്ചത് അതിന്റെ 3 കണ്ടുപിടിച്ചിട്ടില്ല. ഈ വിശാലമായ ആകാശം, ഇതിന്റെ റബ്ബിനോടാണ് ഞാൻ എതിര് ചെയ്യുന്നത്. നിന്റെ ഹൃദയത്തിൽ ചിന്ത കൊണ്ടുവരണം, നീ എതിര് ചെയ്യുന്ന ആരോടാണ്? ഈ റബ്ബിനെ നമ്മൾ ഭയപ്പെടേണ്ടതില്ലേ? അവന്റെ കുർസി അത് ആകാശഭൂമിയേക്കാൾ വിശാലമാണ്. നിബിധങ്ങൾ പറഞ്ഞു, ഈ അബൂദർറെ, ഈ 7 ആകാശവും അള്ളാഹുവിന്റെ കുർസിയിൽ വെച്ചാൽ ഒരു മരുഭൂമിയിൽ ഒരു വളയം വെച്ചതുപോലെ, ഒരു മോതിരം വെച്ചതുപോലെ അത്ര ചെറുതാണ് കുർസിയുടെ മുന്നിൽ 7 ആകാശങ്ങൾ. അള്ളാഹുവിന്റെ കുർസി കൊണ്ടുപോയി അർശിൽ നിക്ഷേപിച്ചാൽ അർശത്ര വലുതാണ്, അതൊരു മരുഭൂമിയിൽ മോതിരം വെച്ചതുപോലെയുള്ളൂ. ഈ അർശിന്റെ ഉടമസ്ഥൻ, ഈ കുർസിയുടെ ഉടമസ്ഥൻ, ഈ 7 ആകാശത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ നാം എങ്ങനെ ഭയപ്പെടാതെ ഭൂമിയിൽ ജീവിക്കും? ഒരു മുഅ്മിൻ എങ്ങനെ ഭയപ്പെടാതിരിക്കും? അതുകൊണ്ട് ഒരു മുഅ്മിൻ അവൻ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടവൻ. ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭയം നമ്മളിൽ ഉണ്ടോ എന്നുള്ള അളവുകോൽ, അളക്കുന്ന അളവുകോൽ എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ പാപങ്ങൾ. ഇത് നിങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ സിംലി മിൻ ഖശിയതി മാ തഹൂലു ബിഹി ബൈനി വബൈന മഅസിയതി. അല്ലാഹുവേ, നിന്റെ ഹൃദയത്തിൽ നിന്നെക്കുറിച്ചുള്ള ഭയം എത്ര തരണം, എത്ര ഭയം ആവശ്യമാണ്. ഹറാമിനെ തടയണം. അള്ളാഹുവിനെ ഭയമുണ്ടോ നടക്കേണ്ടത് നമ്മുടെ രാത്രി തഹജ്ജുദ് നോക്കിയിട്ടല്ല. അള്ളാഹുവിനെ ഭയമുണ്ടോ നടക്കേണ്ടത് നമ്മുടെ ബാഹ്യമായ ദീനിയായ അവസ്ഥകൾ. അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടാവുകയില്ല, ഹറാമുകൾ ഒഴിവാക്കുന്നവനായി. പ്രത്യേകിച്ച് സാഹചര്യങ്ങൾ ഒറ്റപ്പെടുന്ന സമയം, ഒറ്റക്കാകുമ്പോൾ രഹസ്യ ജീവിതം, ഒരാളുടെ ദീൻ, ഈമാൻ, തഖ്വ അളക്കാൻ അളവുകൾ അവന്റെ രഹസ്യ ജീവിതം നോക്കല. നമ്മൾ അളവ് നോക്കി നമ്മുടെ രഹസ്യ ജീവിതം എങ്ങനെയാണ്? അള്ളാഹു ആഗ്രഹിക്കുന്ന പോലെ രഹസ്യത്തെ പരിശുദ്ധമാക്കാൻ സാധിക്കുന്നു. ലൈസൽ ഖായിഫു മൻ ബകാ വഅസ്റ ഐനൈഹി. അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ കരഞ്ഞ് കണ്ണുനീർ ചാടിക്കലില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്ന അടയാളം ഒറ്റക്കാകുമ്പോൾ, തനിച്ചാകുമ്പോൾ, രാത്രിയാകുമ്പോൾ, യാത്ര പോകുമ്പോൾ, നാട് വിടുമ്പോൾ, ഇങ്ങനെ ഒറ്റപ്പെടുന്ന സമയത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ഹറാമുകൾ, തിന്മകൾ ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഈമാനിന്റെ അടയാളമാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഭയം ഉണ്ടാക്കണം. അതിന് അള്ളാഹുവിനെ കുറിച്ച് പറയണം, അള്ളാഹുവിനെ കുറിച്ച് കേൾക്കണം, അള്ളാഹുവിന്റെ മഹത്വം ചിന്തിക്കണം. ഇനി അള്ളാഹുവിന്റെ മഹത്വം ഹൃദയത്തിൽ ഉണ്ടാക്കിയാൽ
ബിശ്ർ ബിൻ ഹാഫി റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ ലൗ തഫക്കറ الناس في عظمة الله ما عصوه, ജനങ്ങൾ അല്ലാഹുവിനെ ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരടിമയ്ക്കും പാപം ചെയ്യാൻ സാധിക്കുകയില്ല. നമുക്ക് അല്ലാഹുവിനെ മനസ്സിലാകാത്തതിന്റെ പേരിലാണ് പാപങ്ങളും ഹറാമുകളെയും നമ്മുടെ രാത്രിയും പകലുമെല്ലാം നശിപ്പിച്ച് കളയുന്നത്. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഹിദു അൽഹംദുലില്ലാഹി.